ഈച്ച് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിലെ ലെഡ്ജറിൽ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ തീരുമാനിക്കണം. ഇത്രയും കോംപ്ലിക്കേഷൻ ആണോ അക്കൗണ്ട്സ് ഇന്നത്തെ കാലത്ത്? ഒരിക്കലുമല്ല. ഇന്ന് ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ERP സോഫ്റ്റ്വെയർ ലൈക്ക് ടാലി, സോഹോ, SAP അങ്ങനെ പല റേഞ്ചിലുള്ള സോഫ്റ്റ്വെയർസിലും പല ട്രാൻസാക്ഷൻസും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഡീഫോൾട്ടായിട്ട് പല വൗച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഒരു സെയിൽ എൻട്രീസിന് സെയിൽ വൗച്ചേഴ്സ് ഉണ്ടാവും. അവിടെ കൃത്യമായിട്ട് സെയിലിനെ ക്രെഡിറ്റ് ചെയ്ത് പാർട്ടിയാണോ ക്യാഷ് ആണോ അതിന് ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ പർച്ചേസിന് ഇൻഡിഫോൾട്ട് ആയിട്ടുള്ള വൗച്ചേഴ്സ് ഉണ്ടാവും. അവിടെ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ പാർട്ടീസ് അല്ലെങ്കിൽ ക്യാഷോ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. ഈ രൂപത്തിൽ നമ്മുടെ സെയിലും പർച്ചേസും ആയിരിക്കുമല്ലോ മിക്കവാറും കോമൺ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. അതേപോലെ മറ്റൊരു റേഞ്ച് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് റെസീറ്റ്സും പേയ്മെൻറ്റ്സും ആണ്. ഒരു ബിസിനസ്സിൽ ക്യാഷ് വരും, ക്യാഷ് പോകും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് പൈസ വരും, ബാങ്കിൽ നിന്ന് പൈസ പോകും. ഇങ്ങനെയുള്ള റെസീറ്റ്സും പേയ്മെൻറ്റ്സിനും എന്തുണ്ടാവും? ഡീഫോൾട്ടായിട്ടുള്ള വോച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെയും നമ്മുടെ അക്കൗണ്ടിങ് റൂൾ തെറ്റാത്ത രൂപത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് അക്കൗണ്ടൻറ്റ് ചെയ്യാനുള്ളത്? ഇതിന് പുറമേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, അതായത് ക്യാഷ് കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് അയക്കും. ഇങ്ങനെയുള്ള ബാങ്കും ക്യാഷും രണ്ട് സൈഡിൽ വരുന്ന എൻട്രീസ്, കോൺട്രാ എൻട്രീസ് എന്നൊക്കെ പറയും. ഈ എൻട്രീസ് കുറച്ച് സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഇതൊക്കെ വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 80-90% ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ എന്തായിട്ടുണ്ടാവും? കവറായിട്ടുണ്ടാവും. പിന്നെ വരുന്നത് ഈ മന്ത് എൻഡിൽ ഉണ്ടാകുന്ന ചില എൻട്രീസ് ഒക്കെയാണ്. ലൈക്ക് സാലറി പേയബിൾ വരാം, അതേപോലെ തന്നെ റെൻറ്റ് പേയബിൾ, ചില യൂട്ടിലിറ്റി പേയബിൾസ്, അല്ലെങ്കിൽ ടാക്സ് വാറ്റോ അല്ലെങ്കിൽ GSTയോ ഇങ്ങനെയുള്ള പേയബിൾ വരുന്നതോ, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ലെറ്ററിലേക്ക് വരുന്നതോ, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്. അതേപോലെ തന്നെ മേ ബി ഒരു ഫിക്സഡ് അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പർച്ചേസിലല്ല വരിക, അത് ജേർണലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടി വരും, അതായത് ഫിക്സഡ് അസറ്റിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെയുള്ള നമ്മൾ ഈ മറ്റ് 90% കവറാവാത്ത ചില ട്രാൻസാക്ഷൻസ് നമ്മൾ ജേർണലൈസ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഈ അക്കൗണ്ടിങ് റൂൾ പ്രകാരം തന്നെയാണോ നോക്കാം. സോ അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് വളരെ കുറഞ്ഞു വരികയാണ്. ഇനി ഈ അക്കൗണ്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഡ്ജേഴ്സ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലെഡ്ജേഴ്സിനെ നമുക്ക് ടോട്ടലി പറയാം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്ലിയർ ആയിരിക്കണം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ച് മോർ ഡീറ്റെയിൽസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.